ഇവർക്കും ഹൃദ്യമായ എൻ്റെ പഞ്ചതന്ത്രം കഥകളിലേക്ക് സഹർഷം സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഇത് ശ്രവിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കരികിൽ എത്തിച്ചേരുന്നതാണ്. മറക്കാതെ വിശ്വസ്തയോടുകൂടി അനുഷ്ഠിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇന്നത്തെ പ്രതിപാദ്യ വിഷയത്തിലേക്ക് ചരിക്കുകയാണ്. അന്നേരം നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയിരിക്കുന്ന കഥാഗതി എന്ന് പറയുമ്പോഴാണ് കാക്ക ദമ്പതികളുടെ മുട്ടകൾ യഥേഷ്ടം തിന്ന അവരുടെ തന്നെ വാസസ്ഥാനഭാവത്തിൽ വസിക്കുന്ന ഒരു കാളസർപ്പത്തിൻ്റെ ആ ഗതിയെ അല്ലെങ്കിൽ ആ ദുഷിച്ച ഭാവത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ എന്താണ് ഉപായമെന്ന് സൂത്രശാലിയായ തൻ്റെ മിത്രമാകണ കുറുക്കൻ്റെ അടുക്കൽ ആൺകാക്ക ഉപായം അന്വേഷിക്കുമ്പോൾ അദ്ദേഹം അതിന് ഒരു ഉപാഖ്യാനം പറഞ്ഞു കൊടുക്കുകയാണ് കാക്ക ദമ്പതികൾക്ക്. ഇത് നമുക്ക് അതിലൂടെ മുന്നോട്ട് പോകാം. പുരാണപ്രസിദ്ധമായിട്ടുള്ള മദ്രം എന്ന ദേശത്ത് വലിയ ഒരു തടാകം ഉണ്ടായിരുന്നു. വളരെ ശ്രദ്ധയോടുകൂടി ദമ്പതിമാർ, കാക്ക ദമ്പതികൾ അവർക്ക് മുൻപാകെ സൂത്രശാലിയായ നമ്മുടെ കുറുക്കൻ പറഞ്ഞു കൊടുക്കുകയാണ്. മദ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നീർത്തടാകങ്ങളാൽ ശ്രദ്ധേയമായിട്ടുള്ള സ്ഥാനഭാവം. അന്നേരം നമ്മൾ പറഞ്ഞ ആ ഒരു കർമ്മതലത്തിലേക്ക് പോകാം. ഈ തടാകത്തിൽ യഥേഷ്ടം നല്ല മത്സ്യങ്ങൾ നിറഞ്ഞ് സന്തോഷപൂരിതമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഒട്ടേറെ ദൂരം യാത്ര ചെയ്ത് ഒരു കൊക്ക് അല്ലെങ്കിൽ ഒരു ബൃഹത്ത് കൊക്ക് എന്ന പക്ഷി. അന്നേരം കൊക്കിൻ്റെ ഇഷ്ട ആഹാരം എന്ന് പറയുന്നത് മത്സ്യമാണല്ലോ. ഇത് ഈ തടാകം ദർശിക്കുകയുണ്ടായി. കണ്ട മാത്രയിൽ തന്നെ വായിൽ നിന്ന് ജലമൂറുന്ന ഭാവത്തിൽ യഥേഷ്ടം മത്സ്യങ്ങൾ, നല്ല കൊഴുത്ത് തടിച്ചുരുണ്ട മത്സ്യങ്ങൾ. അന്നേരം തീരെ അവശനായിട്ടുള്ള അവസ്ഥയിലാണ് കൊക്ക് വന്നത്. കാരണം പ്രായാധിക്യമുണ്ടേ. ആയതുകൊണ്ട് തന്നെ പഴയതുപോലെ മത്സ്യം പിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് എന്തെങ്കിലും ഒരു ഉപായം പ്രയോഗിക്കണം. ബുദ്ധിമാനായിരുന്നു. അന്നേരം കുറേ നാളുകൾ ആ തടാകത്തിനെ ചുറ്റിപ്പറ്റി അങ്ങോട്ട് ആൾ കഴിഞ്ഞു വിടുകയാണ്. മറ്റൊരു ഉപദ്രവവും ആ തടാകക്കരയിൽ ഉളവാക്കാതെ അത് എല്ലാവരിലും ഒരു വിശ്വാസ്യത ആദ്യം അങ്ങോട്ട് ഈ വയസ്സായ കൊറ്റി അല്ലെങ്കിൽ കൊക്ക് അങ്ങോട്ട് നേടിയെടുത്തു എന്ന് പറയാം. കാരണം വിശ്വാസ്യഭാവമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്തായി? ഏത് കർമ്മത്തിലും നിരതനാകുവാൻ സാധിക്കും.
അല്ലെ ഇവിടെ വിശ്വാസം ഹനിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ വിശ്വാസമില്ലാതെയാകുമ്പോഴാണ് അവിടെ ദുർഗതി വന്നു ചേരുക. ഒരു ദിവസം മത്സ്യങ്ങളോടും അതേപോലെ അതിനുള്ളിൽ വസിക്കുന്ന തവളകൾ, അതേപോലെ ഞണ്ടുകൾ, അത് ഇവരുമായിട്ടൊക്കെ ഉറ്റ ചെങ്ങാത്തത്തിലായി ഈ കൊറ്റി അല്ലെങ്കിൽ ഈ കൊക്ക്. ഒരു ദിവസം ഇത് പെട്ടെന്ന് ദുഃഖം അങ്ങോട്ട് അഭിനയിക്കുവാൻ തുടങ്ങി. അന്നേരം മത്സ്യങ്ങൾ ചോദിച്ചു, എന്ത് പറ്റി? അങ്ങേക്ക് ഭയങ്കര വിഷാദം. അന്നേരം ഞണ്ട് ചോദിച്ചു, എന്ത് പറ്റി അങ്ങേക്ക്? അന്നേരം കൊറ്റി പറയുകയാണ്, ഞാൻ ഇന്നലെ ഗ്രാമാതിർത്തി വരെ പോകേണ്ടതായിട്ടുള്ളൊരു സാഹചര്യമുളവായി. അന്നേരം രണ്ട് മുക്കുവന്മാരുടെ സംസാര രീതി ഞാൻ ശ്രവിക്കുവാനിടയായി, അല്ലെങ്കിൽ കേൾക്കുവാനിടയായി. അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഈ തടാകത്തിൽ വല വീശുക, ഇതിനുള്ളിലുള്ള മത്സ്യങ്ങളെ മുഴുവൻ പിടിക്കുക എന്നതാണ് അവരിൽ നിന്നും ഉളവായ സംഭാഷണത്തിൻ്റെ വ്യക്തമായ കാര്യം. ഇത് കേട്ടപ്പോഴും മത്സ്യങ്ങൾ ഭയചകിതരായി. അവർ ചോദിച്ചു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? സമയം വളരെ അധികം ഇല്ലാതാനും. അന്നേരം അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെ രക്ഷപ്പെടും? കൊറ്റി പറഞ്ഞു, എന്നാലാവത് ഞാൻ നിങ്ങളെ സഹായിക്കും. ഒന്നാമത് പ്രായാധിക്യം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസ്ഥയിലാണ്. ഇവിടെ നിന്നും കുറച്ചപ്പുറത്ത് മാറി ഒരു ചെറിയ കുളമുണ്ട്. അന്നേരം അവിടേക്ക് കൊണ്ടുപോകാം. ഓരോരുത്തരെ മാത്രമേ കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. വലിയ ഭാരം ചുമന്ന് പറക്കുവാൻ സാധിക്കില്ല. ഇത് കേട്ടപ്പോഴും മത്സ്യങ്ങൾക്ക് സന്തോഷമായി. മത്സ്യങ്ങൾക്ക് മാത്രമല്ല, അതിനുള്ളിൽ സഹവസിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും കൊറ്റിനോടൊരു പ്രത്യേക ആദരവ് തോന്നുകയാണ്. കാരണം ആപത്തുകളിൽ അതിയായ ബുദ്ധിവൈഭവത്തോടുകൂടി ആരാണോ സംരക്ഷിക്കുന്നത് അവരെ യാതൊരു സംശയമില്ല മറ്റുള്ളവർ ഇഷ്ടപ്പെടും. അരെ ഇതേ അവസ്ഥയായിരുന്നു കൊറ്റിയിൽ ആ ജീവജാലങ്ങൾ കണ്ടത്. അങ്ങനെ ആ സമയം മുതൽ നേരെ അങ്ങോട്ട് കൊണ്ടുപോകും ഓരോ മത്സ്യങ്ങളെ. എന്നിട്ടോ അടുത്തുള്ള ഒരു സ്ഥാനഭാവത്തിൽ കൊണ്ടു ചെന്ന് അതിനെ ഓരോന്നിനെ അങ്ങോട്ട് ഭോജനം ചെയ്യുവാൻ തുടങ്ങി. നല്ല മത്സ്യത്തിൻ്റെ ആ രുചികരമായ ഭക്ഷണത്തിൻ്റെ അസാധ്യമായിട്ടുള്ള ഭാവത്തിൽ കുറ്റി അങ്ങോട്ട് സന്തോഷിച്ച് ഓരോരുത്തരെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ഈ പോക്ക് വരവ് കണ്ടപ്പോഴാണ് വിവേകശാലിയായ അല്ലെങ്കിൽ ബുദ്ധിശാലിയായ ഒരു ഞണ്ട്, അതിന് പുള്ളിക്കാരന് ഒരു സംശയം അങ്ങോട്ട് തോന്നുക. ഇവൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നവർ യഥാവിധി സുരക്ഷിതരാണോ, അതോ അവർക്ക് മൃത്യുവാണോ വന്നിരിക്കുന്നത്? പെട്ടെന്ന് വന്ന് ഏവരിലും ഒരു മതിപ്പുളവാക്കി എല്ലാവരോടും സ്നേഹം പ്രകടിപ്പിച്ച് വിനയാന്വിതനായി നിൽക്കുന്നവൻ എല്ലായ്പ്പോഴും എന്തായിരിക്കും? തികഞ്ഞ സൂത്രശാലിയായിരിക്കും, സ്വാർത്ഥനായിരിക്കും. സ്വന്തം താല്പര്യങ്ങൾക്കായി ഏത് വിധേനയുള്ള കർമ്മഫലങ്ങളെയും വളച്ചൊടിക്കുവാൻ കഴിവുള്ളവൻ.
ഈ ഒരു രീതിയാണ് കുറ്റിയിൽ കാണുന്നത് എന്ന് തന്നെ ആർക്ക്? ബുദ്ധിമാനായ വിവേകശാലിയായി ഞണ്ടിന് തോന്നി. എന്തായാലും നേരെ കുറ്റി പറന്ന് വന്ന തടാകത്തിലേക്ക് അങ്ങോട്ട് ഇരുന്ന മാത്രയിൽ പറഞ്ഞു, അല്ലയോ കൊറ്റി, ഇത്രയും സമയം നീ കൊണ്ടുപോയി ഇത് മത്സ്യങ്ങളെയാണ്. പക്ഷെ എനിക്കൊരാഗ്രഹം, എൻ്റെ കൂട്ടുകാരോടൊത്ത് അങ്ങനെ പോയവരെല്ലാം അവർ വലിയ ദുഃഖിതമായിട്ടുള്ള ഇത്രയും ആൾക്കാർ അവിടെ എത്തണ്ടേ? എല്ലാവരും എത്തിച്ചേർന്നാലല്ലേ അതിനൊരു സുഖമുളവാകുകയുള്ളൂ. പണ്ട് നമ്മുടെ ഗ്രഹത്തിലെ പോലെ കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഉണ്ടായിരുന്നു. അതൊരു പ്രത്യേക അനുഭവമാണ്. ഇന്ന് അണുകുടുംബമായിപ്പോയി. ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഇന്ന് ഓരോ ഭവനങ്ങളിലും ഉളവാകണം ഉണ്ട്. കുഞ്ഞുങ്ങൾ നശിക്കണോ, വൃത്തികെട്ട ഹീനമായിട്ടുള്ള കർമ്മങ്ങളിൽ ഇടപെടണോ. അന്നേരം ഇതൊക്കെ എന്താണ്? മറ്റേത് കൂട്ടുകുടുംബമാകുമ്പോൾ എല്ലായിടത്തും സ്നേഹമുണ്ടായിരുന്നു, സാഹോദര്യമുണ്ടായിരുന്നു, ഗുരുത്വമുണ്ടായിരുന്നു, വിനയമുണ്ടായിരുന്നു. ഇന്ന് ഇതൊന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരുടെ ആ കൂട്ടായ്മ ഇപ്പം പകുതിയായിട്ട് മാറിയിരിക്കുക, കുറച്ചവിടെയും കുറച്ചിവിടെയും. ഈ ഒരു കൂട്ടായ്മയിൽ നിന്ന് ഒരാൾ ആശ്വസിപ്പിക്കുവാനുള്ളവായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ദുഃഖത്തിൽ നിന്ന് കൂട്ടായ്മയിൽ അവരനുഭവിക്കുന്ന ദുഃഖങ്ങളിൽ നിന്ന് ഒരാൾ ആശ്വസിപ്പിക്കാനുള്ളവായാൽ അത് വലിയൊരു ധർമ്മം തന്നെയാണ്. ആയതുകൊണ്ടല്ലയോ കൊറ്റി, ഇപ്രാവശ്യം ഞാനാണ് വരുന്നത്. ഇത് കേട്ടപ്പോൾ എന്താ കൊറ്റിക്ക് സന്തോഷമായി. എത്ര മത്സ്യങ്ങളെയാണ് താൻ കൊണ്ടുപോയിരിക്കണത്. അല്ല, മത്സ്യങ്ങളെ കഴിച്ച് മടുത്തു. കാരണം എന്താ, ഒരേ സമയഭാവങ്ങളിൽ നല്ല ഭോജനാവസ്ഥകൾ അല്ലെ ആഹാരപദാർത്ഥങ്ങൾ നമുക്ക് കിട്ടുകയാണ്. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് ഇതെല്ലാം ഒരേ പദാർത്ഥങ്ങളാണ് വരണത്. 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 5 ദിവസം വരെ നമ്മൾ പിടിച്ചു നിൽക്കും. 6 ദിവസം ആയിക്കഴിഞ്ഞു കഴിഞ്ഞാലോ ആ ആഹാരത്തിനോടൊരു വെറുപ്പ് തന്നെ ഉളവാക്കും. ഇതേ അവസ്ഥയാണ് കൊറ്റിക്കുള്ളവായത്. അന്നേരം ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ കൊറ്റി, ഇത്രയും ദിവസം കഴിച്ചത് മത്സ്യങ്ങളെയാ, അല്ലെ ഇത്ര സമയങ്ങളിൽ കഴിച്ചത് മത്സ്യങ്ങളെയാ, ഇനിയുള്ള സമയം നല്ല ഞണ്ടിറച്ചി കഴിക്കാം എന്നുള്ള ലാഘവത്തോടു കൂടി കൊറ്റി ഞണ്ടിനെയും അങ്ങോട്ട് പുറത്തിരുത്തി യാത്ര തിരിച്ചു. അപ്പോഴാണ് ഞണ്ടിൻ്റെ ശ്രദ്ധയിൽ പെട്ടത് ദൂരെ ഒരു പാറക്കൂട്ടത്തിനിടയിൽ യഥേഷ്ടം മീനുകളുടെ അല്ലെങ്കിൽ മത്സ്യങ്ങളുടെ എല്ലിൻ കൂട്ടം കിടക്കണം. ഇത് കണ്ട മാത്രയിൽ ഇവൻ്റെ ലക്ഷ്യസ്ഥാനം അവിടെ കൊണ്ടുപോവുക, അവിടെ ഈ മത്സ്യത്തെ വയ്ക്കുക, അതിനെ ഭുജിക്കുക. അത് ഇവൻ മഹാചതിയനാണ് എന്ന് മനസ്സിലാക്കി ഞണ്ട് എന്തു ചെയ്തു? ആകാശമാർഗെ ഗമിക്കണ ആ കൊക്കിൻ്റെ കഴുത്തിൽ അങ്ങോട്ട് ഇറുകിപ്പിടിച്ച് അവനെ നിഷ്കരണം കൊന്നുകളഞ്ഞു. ഇതേ ഭാവത്തിലായിരിക്കണം. അത് തനിക്ക് ഏത് രീതിയിലാണോ ആപത്ത് വന്നിരിക്കുന്നത് അത് മനസ്സിലാക്കി വളരെ വിവേകത്തോടുകൂടി വിദ്യയോടുകൂടി നല്ല ചിന്തനങ്ങളിലൂടെ ശത്രുവിൻ്റെ ശക്തി എത്രയാണ് എന്ന് മനസ്സിലാക്കി അതിനനുസൃതമായിട്ടുള്ള രീതിയിലായിരിക്കണം ശത്രുവിനെ വകവരുത്തുവാൻ അല്ലെങ്കിൽ തുരത്തി ഓടിക്കുവാൻ. ഇല്ല എന്നുണ്ടെങ്കിൽ അതെന്തായിത്തീരും? താൻ ചെയ്ത കർമ്മത്തിൽ പരാജയം ആയി ഭവിക്കും. ഇത് വലിയൊരു ഗുണപാഠ കഥയാണ്. നിത്യജീവിതത്തിൽ ശ്രദ്ധയോടുകൂടി ഏതൊരു കർമ്മം അനുഷ്ഠിക്കുമ്പോഴും ഭക്തിയോടുകൂടി അതിൻ്റെ
പരിപൂർണതയെ ആഴ്ന്നിറങ്ങി, അല്ലെങ്കിൽ അതിലേക്ക് ആഴ്ന്നിറങ്ങി അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള സത്തും അതേപോലെ തന്നെ അതിലെ നെഗറ്റീവായ അല്ലെങ്കിൽ തിന്മയാകുന്നതിനെ കളഞ്ഞ് ആ സത്ത് വീണ്ടെടുത്ത് അതിനെ നമ്മളിലേക്ക് സംശീകരിച്ച് അത് ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് യഥോചിതമായിട്ടുള്ള ഒരു പരിപൂർണത നമ്മളിൽ വന്നു ചേരുന്നത് എന്ന് ഈ ഒരു കഥാ ഉപാഖ്യാനത്തിലൂടെ പഞ്ചതന്ത്രം കഥകൾ നമ്മൾക്ക് വേണ്ടുന്ന വിജ്ഞാനത്തെ പകർന്നു നൽകുകയാണ്. അന്നേരം ഈ കഥ ഉപാഖ്യാനം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അന്നേരം ഇഷ്ടമായവർ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ്. മറക്കാതെ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി അടുത്ത വീഡിയോയുമായി വരും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.